ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മളെ ഇങ്ങനെ ചോദിക്കണം, എനിക്കിന്ന് സ്കൂളില്ല, നിനക്ക് സ്കൂളുണ്ടോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. എനിക്കിന്ന് സ്കൂളില്ല, നിനക്ക് സ്കൂളുണ്ടോ, ഇതെങ്ങനെയാണ് ചോദിക്കുക? എനിക്ക് സ്കൂളില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഡോണ്ട് ഹാവ് സ്കൂൾ ടുഡേ. ഐ ഡോണ്ട് ഹാവ് സ്കൂൾ ടുഡേ. എനിക്ക് ഇന്ന് സ്കൂളില്ല. നിനക്ക് സ്കൂളുണ്ടോ എന്ന് ചോദിക്കുമ്പം ഡു യു ഹാവ് സ്കൂൾ. ഡു യു ഹാവ്, നിനക്കുണ്ടോ സ്കൂൾ. അപ്പം ഡു യു ഹാവ് സ്കൂൾ, നിനക്ക് സ്കൂളുണ്ടോ. അപ്പോൾ എനിക്ക് സ്കൂളില്ല, നിനക്ക് സ്കൂളുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? ഐ ഡോണ്ട് ഹാവ് സ്കൂൾ ടുഡേ. ഡു യു ഹാവ് സ്കൂൾ? ഓക്കെ. നെക്സ്റ്റ്, അവളുടെ കയ്യിൽ കാശില്ല, അവൻ്റെ കയ്യിൽ കാശുണ്ടോ. അവളുടെ കയ്യിൽ കാശില്ല, അവൻ്റെ കയ്യിൽ കാശുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? നമ്മളൊക്കെ ചോദിക്കാറുള്ളതല്ലേ. അവളുടെ കയ്യിൽ കാശില്ല, ഷീ ഹാസ് നോ മണി എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷീ ഡസൻറ്റ് ഹാവ് മണി എന്ന് പറയാം, അല്ലേ? ഓക്കെ. ഇനി അവൻ്റെ കയ്യിൽ കാശുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? സബ്ജക്റ്റ് അവനാണല്ലോ. അപ്പോൾ എങ്ങനെ ചോദിക്കുക? ക്വസ്റ്റ്യനാണ്. ഡസ് ഹി ഹാവ് മണി? അവൻ്റെ കയ്യിൽ കാശുണ്ടോ. അപ്പോൾ അവളുടെ കയ്യിൽ കാശില്ല, അവൻ്റെ കയ്യിൽ കാശുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? ഷീ ഹാസ് നോ മണി, ഡസ് ഹി ഹാവ് മണി. ഓക്കെ. നെക്സ്റ്റ്, മീരയ്ക്ക് ഒരു പരാതിയുമില്ല, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. മീരയ്ക്ക് ഒരു പരാതിയുമില്ല, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? സിമ്പിളായിട്ട് നമുക്ക് ചോദിച്ചൂടെ? മീരയ്ക്ക് ഒരു പരാതിയുമില്ല, മീര ഹാസ് നോ കംപ്ലൈൻറ്റ്. അല്ലെങ്കിൽ മീര ഡസൻറ്റ് ഹാവ് കംപ്ലൈൻറ്റ് എന്ന് പറയാം. എന്നാൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? ഡു യു ഹാവ്, നിനക്ക് ഉണ്ടോ. ഡു യു ഹാവ് എനി പ്രോബ്ലം, അല്ലേ? ഡു യു ഹാവ് എനി പ്രോബ്ലം, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പം മീരയ്ക്കൊരു പരാതിയുമില്ല, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മീര ഹാസ് നോ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഡസൻറ്റ് യൂസ് ചെയ്യാം. അവിടെ ഹാവ് വരും. മീര ഹാസ് നോ കംപ്ലൈൻറ്റ്. ഡു യു ഹാവ് എനി പ്രോബ്ലം? ഓക്കെ, താങ്ക് യു.